അമ്പു അമ്പു അമ്പേ വൈറ്റ് ചെയ്തില്ല. അപ്പൊ ഉമ്മാന്ന് ഉമ്മ അത്ര കഴിച്ചു നിൽക്കണമെന്ന് ചോദിച്ചു. കൊടുക്കോ? അയ്യോ വേണ്ട. അച്ഛൻ ഇഷ്ടല്ലേ? അല്ലേ? അച്ഛന് ഇഷ്ടല്ലേ മുത്തിന്? അച്ഛ കരഞ്ഞ് ചങ്കിടായി. അച്ഛക്ക് ചങ്കിടായി. കരഞ്ഞു വീഴ്ത്തും തന്നപ്പിടി അല്ലേ? എന്തോ ഒരു അഭിമാനാണ്. അല്ല അച്ഛൻ എന്തൊരു അഭിനയാണ്. ഓസ്കാർ കൊടുക്കണം. ടൂറൊക്കെ പോണ്ടേ? ട്രിപ്പ് പോണ്ടേ? പോണോ? പോണ്ടേ? കണ്ണടച്ചോ? എവിടെ പോണ്ടേ? ഊട്ടിയിലോ? വയനാടോ? ഷോ അതോ ഗോവ പോണോ? ഗോവ ബീച്ച് പോണോ? ഇത് ബീച്ച്, ഇത് വയനാട്. ബീച്ച് വയനാട് ബീച്ച് പോയാൽ മതിയില്ല. നമുക്ക് ആ ഗോവ ബീച്ച് ഒരുപാട് ഇഷ്ടമായി. കാരണം ലീഷ് ആയിട്ടില്ലല്ലോ 2 ദിവസം. ഏട്ടാ കൊറേ ആൾക്കാരെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടുണ്ട്. ഡേയ്സോട്ടിനെ നമ്മുടെ ബെഡിൽ കിടത്തണേലും. അവരുടെ വീട്ടിൽ തന്നെ അവരുടെ ആൾക്കാർക്ക് വേണ്ടി കിടത്താത്തോണ്ടുള്ള ഫീലാണ്. അല്ല അതല്ല, അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, നമ്മൾ അങ്ങനെ പുറത്തത്തെ സ്ട്രീറ്റ് ഡോഗിനെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടി കിടത്തിയതല്ല. ഇവിടെ നമ്മൾ എങ്ങനെയാണ് അതുപോലെ വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഞങ്ങൾ കാരണം ഇപ്പൊ ഞങ്ങൾക്ക് പണിയുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അവളുടെ അടുത്ത് കിടക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അവൾക്ക് അത് വരെ എടുത്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളവർക്ക് പറയുന്നവരെക്കാട്ടിലും നീറ്റ് ആയിരിക്കും ഡേയ്സോട്ടി. അതാണ് നിങ്ങൾക്ക് പറയാനുള്ള വിമർശനം ആരെയും ഒരു അവകാശമാണല്ലോ. ഇതൊന്നും വിമർശനമല്ല, ഇത് ഹെയ്റ്റ് ആണ്. മീൻസ് അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് ഓക്കെ സമ്മതിച്ചു, അവർ ചെയ്യണ്ട. പക്ഷെ നമ്മളുടെ ഇഷ്ടങ്ങൾ വേറൊരാൾ ചെയ്യണതിന് എന്തിനാണ് ഈ കുറ്റം പറയേണ്ട കാര്യം? അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ ഇതിലൊക്കെ ഇടപെടേണ്ട കാര്യം എന്താണ്? പാർസൽ വന്ന് നടക്കുന്നുണ്ട്, ഞാൻ തുറക്കുമ്പോഴാണ് അപ്പൊ വന്ന് നോക്കാം. അതുവരെ ഒരാളുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടുള്ളൂ അല്ലേ? എന്നോട് ഏതൊരുത്തം പറയാം വീട്ടിൽ കയറി കിടക്കണ്ടാണ്. അല്ല അത് മാത്രമല്ല, ഇവളുടെ കൂടെ നമ്മൾ ജീവിക്കണോണ്ട് നമുക്ക് പേ ഇളകും എന്നൊക്കെ പറയാം. ആയിക്കോട്ടെ, അങ്ങനെ മനുഷ്യന്റെ കിട്ടിയ പേയല്ലോ, മൃഗത്തിന്റെ കിട്ടിയല്ലേ, കുഴപ്പമില്ല. അച്ചടെ മോളെല്ലാം പോവും. അതെ, അച്ചടെ മടിയിലും അച്ചടെ നെഞ്ചത്തും ഈ പറയുന്നവരെക്കാട്ടിലൊക്കെ എത്ര വലുതാടിച്ചു നീ അല്ലേ? പൊന്നനടാ, എപ്പോ വേണമെങ്കിലും യു ആർ മോർ ദാൻ എ ഡയമണ്ട്. അതെ, അങ്ങനെയൊക്കെയാണോ? നീ മോർ തന്നെ ഡയമണ്ട് ആണ്. വീട് കിട്ടാൻ വേണ്ടി നിന്നെ കൊടുക്കേണ്ടില്ലോ. തല്ലി കൊല്ലും. നിന്നെ കൊണ്ടുപോയി ഞാൻ ബാങ്കിൽ കൊടുത്തിട്ട് പറയും, നിങ്ങൾ നോക്കിക്കോ, എനിക്കൊരു വീട് തന്നാ മതി. പറയും ഞങ്ങളുടെ ബുത്താണ് ഡയമണ്ട് ആന്ന് പറയും. എങ്ങനെ മുട്ട? അത് അമ്മയുടെ കൂടെ കളിക്കൂ. അത് അമ്മയുടെ കൂടെ കളിക്കൂ. കിടന്ന് തിരിച്ചിട്ട് ക്യാമറ എടുത്തിട്ടാ ആന്നേ ഉള്ളവളുടെ പിന്നാമ്പുറം കാണിച്ചു കിടക്കുക. മോളെ ഉച്ചക്ക് നീ എന്താ കഴിച്ചേ? എന്റെ കുട്ടി ഇന്ന് ചിക്ക പംകിൻ. പിന്നെ ഞാൻ ഇവിടെ കിടക്കണം, അത്ര ശരിയല്ലത്. ഇവളില്ലേ ഇന്ന് ലോക്കീനെ കണ്ടു. ലോക്കിക്ക് ഇവളെ എന്ത് ഇഷ്ടാന്നറിയോ? ലോക്കീനെ ഇപ്പൊ കുറച്ചായിട്ട് കാണാൻ തുടങ്ങിയത് കേട്ടോ. ലോക്കി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഡേയ്സി ബേബി ആണെങ്കിൽ ഇന്നലെയൊക്കെ ലോക്കിയുടെ അടുത്ത് പോയി ഹായ് ഒക്കെ പറഞ്ഞതാ. പക്ഷെ ഇന്ന് അവനെ കണ്ടപ്പോൾ ബൗന്ന് അടുത്തേക്ക് വരണ്ടാന്ന്. അവനാണെങ്കിൽ ഇവളെ കാണാൻ വേണ്ടി അടുത്തോക്ക്, അവനാണെങ്കിൽ ഇവളെ കാണാൻ വേണ്ടി കുഞ്ഞിപ്പല്ല് കടിച്ച് നോക്കുക മണ്ടയിലേക്ക്. പല്ല് വെച്ചിരിക്കുന്നു. സത്യം അവനെ ലൈൻ അടിക്കണല്ല പ്രശ്നം. അവൻ എങ്ങാനും നമ്മുടെ വീട്ടിൽ വന്നാൽ എന്റെ കിട്ടേണ്ട സ്നേഹം ഷെയർ ആയി പോവില്ലേ? അതാണ് പ്രശ്നം. അമ്മയ്ക്ക് തൊടാനുള്ള ഒരു ഓപ്ഷനും ഇല്ല എന്നുള്ളത് അവൾക്ക് നല്ലോണം അറിയാം. ഒരു കയ്യില് മൊബൈല്, താക്കോല്, ഒരു കയ്യിൽ അവള്. അതെ, ഞാൻ അങ്ങനെയല്ലല്ലോ. അതെ, ഞാനേ ഈ ഗോൾഡൻ റിട്രീവറിനൊക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ തലയിൽ മുടി കിട്ടുന്ന പോലെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇട്ട് കൊടുക്കുക. നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവൾക്ക് അങ്ങനെ അത്രയും നീളമല്ലല്ലോ മുടി. ഇവിടെയൊക്കെ നല്ല നീളം. മുതുകം ഈ ഭാഗവും ഇവിടെയും നല്ല നീളം മുടിയാണ്. തലയിലില്ല. ഇല്ല, തല മൊട്ടയാണ്, മൊട്ട കുട്ടിയാണ്, മൊട്ട.